ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷര നിരഞ്ജന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ മാലിന്യമായിട്ട് സംസാരിച്ചു പോവുകയാണ് നിരഞ്ജൻ. അക്ഷരയുടെ കോള് വരുമ്പോൾ നിരഞ്ജൻ മാലിന്യന്റെ അടുത്ത് നിന്നും മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അക്ഷര ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് കേട്ടോ. എന്ത് ഫംഗ്ഷൻ എന്ന് അക്ഷര ചോദിക്കുമ്പോഴത്തേക്കും നിരഞ്ജൻ കോള് കട്ടാക്കുകയാണ്. അപ്പോൾ അക്ഷരയ്ക്ക് അത് വല്ലാത്ത വിഷമാവുകയാണ് കേട്ടോ. അപ്പൊ മാലിനി ചോദിക്കുകയാണ്, ആരാണ്, ഭാര്യയാണോ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ അതെ. അല്ല എന്താ പെട്ടെന്ന് കട്ടാക്കിയത്? അത് പിന്നെ എന്റെ മൂഡ് പോവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ മാലിനി പറയണ, ഞാൻ കാരണം നിരഞ്ജൻ ഒരു ശല്യമാകുന്നുണ്ടോ ഞാൻ എന്ന് ചോദിക്കുമ്പോ ഹേയ്, ശല്യമാവാത്തത് കൊണ്ടല്ലേ മാലിനിയോടൊപ്പം ഞാൻ ഇപ്പോഴും ഉള്ളത്. അല്ല, ഞാൻ കാരണം നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതൊന്നും ഉണ്ടാവില്ല അക്ഷര, അങ്ങനത്തെ ഒരാളല്ല. അതൊക്കെ നിരഞ്ജൻ ഇപ്പൊ തോന്നും. എല്ലാ സ്ത്രീകളും അടിസ്ഥാനപരമായിട്ട് ഒന്ന് തന്നെയാണ്. ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏത് വിധേനയും അത് തടയാൻ നോക്കും. ഇതിപ്പോ അങ്ങനെയൊന്നും വരില്ല. എങ്കിൽ അത് നിരഞ്ജന് കൊള്ളാം എന്ന് പറഞ്ഞ് മാലിനി പോവാട്ടോ. അപ്പോ നിരഞ്ജൻ മാലിനിയുടെ ആ പറച്ചില് കേട്ടപ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് ട്ടോ നിൽക്കുന്നത്. പിന്നീട് സ്വാമിയും തങ്കച്ചിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോ സ്വാമിയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഇപ്പൊ, വേദനയൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോ ആ വേദന കുറഞ്ഞു വരുന്നുണ്ട്. അല്ല, തന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, ഇപ്പോഴും വേദന ഉള്ളത് പോലെയാണല്ലോ തോന്നുന്നത്. എന്നിട്ട് തങ്കച്ചി ചോദിക്കാൻ, അല്ല ആരാണ് ഈ മാലിനി എന്ന് ചോദിക്കുമ്പോ മാലിനിയോ, അതാരാണ്? അല്ല, നിരഞ്ജനോടൊപ്പം ഒരു സ്ത്രീയെ കണ്ടു, മാലിനി എന്നാണ് അവരുടെ പേര്. അവര് തമ്മിൽ എന്തടുപ്പമാണുള്ളത്? എന്താ ഈ തങ്കച്ചി പറയുന്നത്? അങ്ങനത്തെ ഒരു ചീത്ത സ്വഭാവമുള്ള ആളൊന്നുമല്ല നിരഞ്ജൻ സാറ്. നിരഞ്ജൻ സാറിന് പട്ടുപോലത്തെ സ്വഭാവമാണ്. അങ്ങേര് മറ്റൊരു പെണ്ണിന്റെ വലയിലൊന്നും പോയി ചാടില്ല. അങ്ങനെ സ്വാമി നിരഞ്ജനെ വെള്ളപൂശാനൊന്നും നോക്കണ്ട. ആണിന്റെ സ്വഭാവമല്ലേ, എപ്പ വേണമെങ്കിലും മാറാൻ സാധ്യതയുണ്ട്. ഒരു പെണ്ണ് വിചാരിച്ചാലാണോ ആണിനെ മാറ്റിയെടുക്കാൻ കഴിയാത്തത്? ഇതിപ്പോ കണ്ടിട്ട് എനിക്ക് പ്രേമമായിട്ടാണ് തോന്നിയത്. എന്തായാലും ഇക്കാര്യമൊക്കെ ജയശങ്കർ സാറിനെ അറിയിക്കണം. നമുക്ക് അക്ഷരയെ രക്ഷിച്ചെടുക്കണം. അയ്യോ, അത് വേണോ? സാറിന് സുഖമില്ലാത്തതാണ്. സാർ ഇതൊക്കെ അറിഞ്ഞാൽ വല്ലാതെ വിഷമിക്കും. അതിന് നമ്മൾ ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ. ഉള്ള സത്യാവസ്ഥ ജയശങ്കറിനെയും അക്ഷരയെയും അറിയിക്കുന്നു എന്നല്ലേ ഉള്ളൂ. സ്വാമി ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ മറ്റാരുടെയെങ്കിലും സഹായം തേടും. പിന്നെ ഒരിക്കലും സ്വാമിയും ഞാനും തമ്മിൽ ഒരു ബന്ധമുണ്ടാവില്ല എന്ന് പറയട്ടോ. അപ്പോ സ്വാമി പറയണ, എങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് സ്വാമി പോവാണ്. പിന്നീട് തങ്കച്ചി ജയശങ്കറിന്റെ ഫോണിലേക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാട്ടോ. എന്നിട്ട് കോൾ ചെയ്യുകയാണ്. അപ്പോ തങ്കച്ചി പറയണ, ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, ജയശങ്കർ സാർ അത് കാണണം. നീ എനിക്ക് വീഡിയോ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് മനസമാധാനം പോവാനുള്ളതാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അത് കാണാൻ പോകുന്നില്ല. അയ്യോ സാർ, അത് കാണാതിരിക്കരുത്, ഇത് അക്ഷരയെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കാൻ. അങ്ങനെ ജയശങ്കർ ആ വീഡിയോ കാണുകയാണ്. അത് കണ്ടപ്പോ ജയശങ്കർ നല്ല ദേഷ്യം പിടിക്കുകയാണ്. നിരഞ്ജനും മാലിനിയും അമ്പലത്തിൽ ഒരുമിച്ച് തൊഴുന്നതും പിന്നീട് മാലിനി നിരഞ്ജന് നെറ്റിയിൽ പ്രസാദം തൊട്ടു കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ്. ജയശങ്കർ അക്ഷരയുടെ അടുത്തേക്ക് ചെല്ലാണ്. നിരഞ്ജൻ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോ എന്തോ ഒരു ഫംഗ്ഷന് പോയതാണെന്നാ പറഞ്ഞത്. എന്നിട്ടെന്താ നീ പോവാതിരുന്നത്? എന്നെ കൊണ്ടുപോകണ്ടേനെ. പിന്നെ എനിക്ക് പണ്ടേ വലിഞ്ഞു കയറി പോകുന്ന സ്വഭാവം ഇല്ല എന്നുള്ളത് ഡാഡിക്ക് അറിയാവുന്നതല്ലേ. അല്ല, ഡാഡി എന്തായിനപ്പോ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഏയ് ഇല്ല. നീ ആദ്യം നിരഞ്ജനെ വിളിച്ച് പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറ. അപ്പോ അക്ഷര ഫോൺ വിളിക്കുകയാണ് ട്ടോ. അപ്പൊ നിരഞ്ജൻ ഫോൺ എടുക്കുന്നില്ല അദ്ദേഹം എന്ന് പറയുമ്പോ, ആ നീ കുറച്ചുകൂടി നിരഞ്ജന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. അതെന്താ ഡാഡി അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡാഡി എന്നിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. എന്താണ് കാരണം? ഡാഡി അങ്ങനെ പുറത്തു പോയ അദ്ദേഹത്തോട് പെട്ടെന്ന് വരാനൊന്നും പറയാറില്ലാത്തതാണല്ലോ, ഇത് എന്തു പറ്റി? അത് പിന്നെ എന്റെ കുറച്ച് സ്നേഹിതന്മാർ വരുന്നുണ്ട്, അവര് ഡോക്ടേഴ്സ് ആണ്, അവരുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് കരുതിയാണ്. ഇനിയിപ്പോ ഏതായാലും അവരോട് വരണ്ട എന്ന് ഞാൻ പറഞ്ഞോളാം. ഡാഡി എന്നു മുതലാണ് എന്നോട് ഇങ്ങനെ കള്ളം പറയാൻ തുടങ്ങിയത്? ഡാഡിക്ക് അങ്ങനെ ഒരു സ്നേഹിതന്മാരില്ല എന്നുള്ളത് എനിക്കറിയാം. ഡാഡിക്ക് ആകെയുള്ള സ്നേഹിതൻ ആ സ്വാമി മാത്രമാണ്. ഇതിപ്പോ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് ഡാഡി എന്നോട് പറയാതിരിക്കുന്നത്? നീ ആദ്യം എന്നോട് ഈ ദേഷ്യപ്പെടുന്നതും എന്നെ ചോദ്യം ചെയ്യുന്നതും അവസാനിപ്പിച്ച് നിരഞ്ജന്റെ കാര്യത്തിൽ നീ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്ത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം എന്നും പറഞ്ഞ് ജയശങ്കർ പോവാണ്. എന്നിട്ട് അക്ഷര നിരഞ്ജന്റെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുകയാണ് ട്ടോ. അപ്പോഴൊക്കെ നിരഞ്ജൻ ഫോൺ കട്ടാക്കാണ്. അപ്പൊ മാലിനി പറയണേ, എന്തിനാണ് ഇങ്ങനെ കട്ടാക്കുന്നത്? അക്ഷരയല്ലേ വിളിക്കുന്നത്, എന്താ ഫോൺ എടുത്താലും? ഞാൻ മാലിനിയുടെ അടുത്തേക്കാണ് വരുന്നത് എന്ന് ഞാൻ അക്ഷരയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നിരഞ്ജൻ അക്ഷര വീണ്ടും വീണ്ടും വിളിക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിലോ ഒന്ന് ഫോൺ എടുത്തു നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ നിരഞ്ജൻ ഫോൺ എടുക്കുകയാണ്. നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഞാനല്ലേ നിന്നോട് ഒരു തവണ പറഞ്ഞത് ഞാനൊരു ഫംഗ്ഷനിലാണെന്ന്? നീ എന്തിനാ എന്നെ തുടരെ തുടരെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? ഞാൻ ഫോണ് കട്ടാക്കിയാൽ നിനക്കൊന്ന് ചിന്തിച്ചൂടെ? നീ എന്താ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, എവിടെയാണ് നിങ്ങളുടെ ഫംഗ്ഷൻ, ഏതാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണോ? നിനക്കെന്താ എന്നെ സംശയമാണോ? നിങ്ങൾ എന്താ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? നിങ്ങൾ എന്നോട് നുണ പറയുകയാണോ? നിങ്ങളോട്
ഡാഡി പെട്ടെന്ന് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണാവോ? എന്നെ ഉപദേശിക്കാനും എന്നെ ചോദ്യം ചെയ്യാനുമായിരിക്കും. ഞാൻ എന്തായാലും അവിടേക്ക് വരുന്നില്ല. ഞാൻ ഇവിടെ നിന്നും നേരെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. എങ്കിൽ ഞാൻ കൂടി അവിടേക്ക് വരട്ടെ. എന്തിന്? ഞാൻ കുറെ ലേറ്റ് ആവും അവിടേക്ക് എത്താന്. അതുകൊണ്ട് നീ അവിടേക്ക് വരണ്ട എന്നും പറഞ്ഞ് ഫോണ് കട്ടാക്കാൻ ട്ടോ. അപ്പോ നിരഞ്ജൻ നുണ പറയുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നീ എന്നെ സംശയിക്കുകയാണോ? സംശയിച്ചാൽ നിനക്ക് തന്നെയാണ് പോവുക. നിനക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കാനെങ്കിലും നീ പഠിക്കുക ആദ്യം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ടാക്കുന്നത്. അങ്ങനെ അക്ഷര കരയുകയാണ്. കണ്ണുനീരൊക്കെ തുടച്ച് എന്ത് പറ്റി? ഇങ്ങർക്ക് ഇത് എന്താ പറ്റിയത്? എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭാവവ്യത്യാസം എന്നുള്ള ഭാവത്തിലാണ് ട്ടോ അക്ഷര വിഷമത്തോടു കൂടി നിൽക്കുന്നത്. അപ്പോ അക്ഷരയുടെ അടുത്തേക്ക് അപ്പച്ചി വരികയാണ്. അപ്പോ മാലിനി നിരഞ്ജനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അക്ഷരയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതും സംസാരിച്ചതും? അക്ഷര ഒരു പാവമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ ഒന്നും മിണ്ടാതെ മൗനത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പച്ചി അക്ഷരയോട് ചോദിക്കാണ്, നിരഞ്ജൻ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ നിന്നോട് അത് പറഞ്ഞില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞില്ല. എങ്കിൽ മോളെ നീ സൂക്ഷിക്കണം. ഒരു ഭർത്താവ് ഭാര്യയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് എങ്കിൽ അവന് രഹസ്യങ്ങൾ തുടങ്ങി എന്നാണ് അതിനർത്ഥം. അത് അത്രയ്ക്ക് നല്ലതല്ല മോളെ, നീ ഒന്ന് സൂക്ഷിക്കണം. അതിന് അപ്പച്ചി, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. അല്ല എന്നുള്ളത് നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മോളെ നീ ഒന്ന് സൂക്ഷിച്ച് കരുതിയിരിക്കണം. അപ്പച്ചി, അദ്ദേഹം അതിന് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് അപ്പച്ചിക്ക് കൂടി അറിയാവുന്നതല്ലേ? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എപ്പോഴാണ് ഒരു ആണിന്റെ മനസ്സ് മാറുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഈ ഫംഗ്ഷന് നിന്നെ കൂട്ടാതെ പോയത്. ഞാന് അവൻ ഗിഫ്റ്റ് വാങ്ങിയത് കണ്ടതാണ്. അത് എനിക്കായിരിക്കുമെന്നാണ് അപ്പച്ചി ഞാനും കരുതിയത്. അത് തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷേ നിന്നെ ആ ഫംഗ്ഷൻ ഒന്ന് വിളിക്കുകയോ നിന്നോടൊന്ന് പറയുകയോ ചെയ്തത് പോലുമില്ല. അതുകൊണ്ട് നീ സൂക്ഷിക്കണം മോളെ. നീ അങ്ങനെ കണ്ണും പൂട്ടി നിരഞ്ജനെ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ അക്ഷര പറയണ, അപ്പച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ പേടിയാകുന്നു. അതേ മോളെ, നീ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നീട് ഭർത്താവിനെ അമിതമായി വിശ്വസിച്ച് നാളെ നിനക്ക് കരയാനുള്ള ഒരു അവസ്ഥ വരരുത് എന്ന് പറഞ്ഞപ്പോ അക്ഷരയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞുകൊണ്ടാണ് ട്ടോ അകത്തേക്ക് പോകുന്നത്. അത് കേട്ടും കൊണ്ടാണ് ജയശങ്കർ വരുന്നത്. അപ്പോ നീ എന്തിനാണ് അക്ഷരയോട് ഇങ്ങനെയൊക്കെ പറയാൻ പോയത്? അതിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നെ എന്തിനാ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? നീ ഇപ്പൊ അക്ഷരയുടെ മനസ്സിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയല്ലേ പറഞ്ഞു കൊടുത്തത്. അതിനിപ്പോ ഞാനാണോ കുറ്റക്കാരി? ഞാനാണോ ഇപ്പോ കുറ്റം ചെയ്തത്? നിരഞ്ജൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങി എന്നൊക്കെ കണ്ടപ്പോ ഞാനത് അക്ഷരയോട് വന്ന് പറഞ്ഞു. അതൊക്കെ നീ പറഞ്ഞു, അത് ശരിയാണ്. പക്ഷേ നീ എന്തിനാണ് അവിടെ കണ്ടത് ഇവിടെയും ഇവിടെ കണ്ടത് അവിടെയും പറയുന്നത്? അങ്ങനെയുള്ള സ്വഭാവം നീ നിർത്തണം. പിന്നെ അക്ഷരയെ എന്റെ മോളെ പോലെയാണ്. എന്റെ മോൾക്ക് ഒരു ചതി പറ്റുന്നത് അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ജയശങ്കർ പറയണേ, എങ്കിൽ അക്ഷരയെ ആദ്യം ചതിച്ചത് നിന്റെ മോനല്ലേ? അതൊക്കെ എന്തിനാണ് ഏട്ടാ ഇപ്പൊ പറയുന്നതൊക്കെ? അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ. അതിലിപ്പോ എന്റെ മോൻ മാത്രമല്ലല്ലോ തെറ്റുകാരി. പിന്നെ ആരാണാവോ തെറ്റുകാരി? കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതുകൊണ്ട് മേലിൽ എന്റെ മോളെ സങ്കടപ്പെടുത്തുന്ന കാര്യമൊന്നും നീ ഇവിടെ വന്ന് പറയാൻ നിൽക്കണ്ട. നീ എന്തിനാണ് ഇപ്പൊ ഗിഫ്റ്റ് വാങ്ങിയ കാര്യം അവളോട് വന്ന് പറഞ്ഞത്? അതുകൊണ്ടല്ലേ എന്റെ മോൾക്ക് ഇത്ര സങ്കടമായത്. അത് പിന്നെ ഞാൻ കണ്ട കാര്യം പിന്നെ എങ്ങനെ പറയാതിരിക്കും? എനിക്ക് എന്റെ അക്ഷരയെ ചതിക്കുന്നത് എനിക്ക് കണ്ടോണ്ട് നിൽക്കാൻ കഴിയില്ല. എന്നോട് എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. നീ കാരണം എന്റെ മോളുടെ ജീവിതം തകർന്നാൽ പിന്നെ ഞാൻ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. നീ അത് സൂക്ഷിച്ചിരുന്നോ എന്ന് പറയട്ടോ. അങ്ങനെ ഏട്ടനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം കണ്ട പിന്നെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പിറുപിറുത്തോണ്ടാണ് ട്ടോ കാഞ്ചന പോകുന്നത്. അപ്പോ അക്ഷരയാണെങ്കിലോ നിരഞ്ജനെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ചതിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. പിന്നീട് മനോഹരന്റെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ല എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നു മനോഹര. ഇനിയിപ്പോ പ്രേമ തിരിച്ചു വന്നതുപോലെയാണ് പാർവതിയും തിരിച്ചു വരുന്നതെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. പാർവതി ഒന്ന് തിരിച്ചു വന്നാൽ മതി. പ്രേമ തിരിച്ചു വന്നതുപോലെ പാർവതിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. എന്താ മനോഹര നീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. എന്താ അമ്മ ഇങ്ങനെ ക്രൂരമായി സംസാരിക്കുന്നത്? ഇത് എന്റെ അമ്മയല്ല. എന്റെ പഴയ അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇത് എന്താ അമ്മ ഇങ്ങനെയൊക്കെ ക്രൂരമായി സംസാരിക്കുന്നത്? അമ്മ ഇപ്പൊ പറഞ്ഞു വരുന്നത് പാർവതി ഒരിക്കലും വരരുത് എന്നുള്ള ഭാവത്തിലാണല്ലോ. അങ്ങനെയല്ല ഞാൻ മനോഹര പറഞ്ഞത്. ഇങ്ങനെ പ്രേമയെ പോലെ വരുന്നതിലും ഭേദം വരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അമ്മ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. പാർവതി എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പാർവതി എന്റെ ഭാര്യയാണ്. ഒരു ഭർത്താവിന്റെ കടമയാണ് ഭാര്യയെ പൊന്നുപോലെ നോക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. നീ കടമയെക്കുറിച്ചോ ഉത്തരവാദിത്തത്തെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട. നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കല്ലേ ഉണ്ടാവാറ്? വഴക്ക് കൂടുന്നത് എന്തുകൊണ്ടാണ്? ആരെ കാരണം കൊണ്ടാണ്? ആ ശരത്തിനെ കൊണ്ടാണ്. എന്നിട്ടും ആ ശരത്ത് ഇവിടെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്കാണ് നാണക്കേട് തോന്നുന്നത്. അവനെ എനിക്ക് ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള നാണക്കേടിലാണ്. എന്നിട്ടിപ്പോ അമ്മ ഇവിടെ വന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ? എന്റെ അമ്മ, എന്റെ പഴയ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്ടോ മനോഹരൻ പോകുന്നത്. അപ്പോ ഇത് കേട്ടും കൊണ്ടാണ് ശരത്ത് അവിടേക്ക് വരുന്നത്. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് അച്ഛൻ ദേഷ്യപ്പെട്ടു പോകുന്നത്? എന്താണ് കാര്യം എന്ന്
മുത്തശ്ശിയോട് ചോദിച്ചറിയാൻ വരികയാണ്.